പ്രിയ പ്രേക്ഷകരെ, ഇന്നൊരു ചിത്രം കണ്ടു. തഗ് ലൈഫ്. ആ സിനിമ പ്രേക്ഷകരിൽ പലരും പറഞ്ഞു, പൊതുവെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ ചിത്രം വളരെ മോശം എന്നാണുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. കമലഹാസനും നമ്മളെ ചിമ്പുവും ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന മറ്റ് മുൻനിര താരങ്ങൾ, ഞാൻ ആരെയും പേര് പറയണില്ല. ഒപ്പം AR റഹ്മാന്റെ സംഗീതം, മണിരത്നത്തിന്റെ ഡയറക്ഷൻ. ഈ ചിത്രം ഇന്ന് ഞാൻ കണ്ടു. പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കളക്ഷനിലൊക്കെ വളരെ പുറകിലാണ്, 100 കോടിക്ക് താഴെയാണ്. പിന്നെ പ്രേക്ഷകർ പറഞ്ഞ പോലെ ഈ ചിത്രം മോശമല്ല. ഈ ചിത്രം എങ്ങനെ മോശമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമിതമായി പ്രതീക്ഷ കൊടുത്തിട്ടുള്ള മാർക്കറ്റിംഗ്. അതുകൊണ്ട് ഈ ചിത്രം വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ പോകുമ്പോഴത്തേക്കും അത് മോശമായി. ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ചിത്രം കാണാൻ പോയപ്പോൾ എനിക്ക് ഈ ചിത്രം മോശമല്ല എന്ന് തോന്നി. എന്നാൽ ബെറ്റർ അല്ല, ടോപ്പ് ക്വാളിറ്റി അല്ല. കമലഹാസന്റെ സിനിമയോ അല്ലെങ്കിൽ അതുകൊണ്ട് കമലഹാസന്റെ ചിന്തകളെയോ ഇതോട്ടൊന്നും നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പോലും ഈ ചിത്രം പറ്റൂല. കാരണം കമലഹാസൻ ഈസ് എ ലിജൻഡ്. കമലഹാസന് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയയാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റൂല, ചിന്തിക്കാൻ പോലും പറ്റൂല. അതാണ് സത്യം. നമുക്ക് രജനീകാന്തിന്റെ പടം കാണാം, എന്ത് പറയണത്, പിന്നെ ഹിന്ദി നടന്മാരെ പടം കാണാം, എപ്പോഴും എന്റർടൈൻമെന്റ് സിനിമകൾ എടുത്തിരിക്കുന്ന വിജയ്, സൂര്യയും ചെറിയ ഡിഫറെന്റ് ആവാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിത്രങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്കൊരു ലിജൻഡ് എന്നല്ല ഇവരെയൊന്നും അഭിപ്രായപ്പെടാൻ ഒരിക്കലും പറ്റൂല. ഒരു ലിജൻഡിന്റെ സിനിമ കാണാൻ നമുക്ക് ഒരിക്കലും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പോലും ഇത് പറ്റൂല. അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് വിഷയം. പക്ഷെ പടം മോശമല്ല. ഇന്റർവെൽ വരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പടം എങ്ങനെ മോശമായി? മണിരത്നത്തിന്റെ സംവിധാനത്തിലുണ്ടായ പാളിച്ച ഭയങ്കരം, കഥ സെലക്ഷനിലെ പാളിച്ച ഭയങ്കരം. പിന്നെ മണിരത്നം എന്ന് പറയുന്ന ആൾക്ക് 70-75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കഥ ചിന്തിക്കുമ്പോൾ എവിടെ ചിന്തിക്കണമെന്നും പുള്ളിക്ക് അറിയില്ല. പുതിയ ലോകത്തെക്കുറിച്ചുള്ള പുള്ളിക്ക് വായനാശീലമില്ല. പുതിയ ലോകത്തെക്കുറിച്ച് അയാൾ സെർച്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മണിരത്നത്തിന്റെ പേരിൽ മറ്റാരോ സിനിമ ഒരുക്കുന്നു. അത് എനിക്ക് തോന്നുന്നുണ്ട്. മണിരത്നത്തിന്റെ പേരിൽ മറ്റാരോ സിനിമ ഒരുക്കുന്നു, എന്നിട്ട് മണിരത്നത്തിന്റെ പേര് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അത് നിൽക്കില്ല. പൊന്നിയിൻ സെൽവം പോലെ നിൽക്കില്ല. പൊന്നിയിൻ സെൽവം പലരായിട്ട് ചെയ്ത സിനിമയാണെന്നുള്ളത് എന്നെ പോലുള്ള ആൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പലരും പല വേർഷനായിട്ട് കൊടുത്ത് ഡയറക്റ്റ് ചെയ്തിട്ട് ഇറക്കിയ ചിത്രമാണ് പൊന്നിയിൻ സെൽവൻ. അത് മാർക്കറ്റ് പിടിച്ചു എന്നല്ല, ഇറക്കിയ കയസ് പിടിച്ചു, അത്യാവശ്യം പ്രോഫിറ്റും കിട്ടി. പക്ഷെ അതേ ഒരു വീവില് കമലഹാസന്റെ ബാനറിൽ കമലഹാസൻ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ചിത്രമാണ് ഇത്, ഈ തഗ് ലൈഫ്. ഈ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ കമലഹാസൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? മണിരത്നത്തിനെയാണ്. കാരണം മണിരത്നം ഒരു മോശം ഡയറക്ടറല്ല. മണിരത്നത്തിന്റെ സിനിമകളും വിഷ്വലും ചിന്തകളും എല്ലാം നമ്മളെ വല്ലാതെ പ്രേരിപ്പിക്കും, വല്ലാതെ പ്രണയിപ്പിക്കും. ഇപ്പോഴല്ല, ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ മാസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ, 30 വർഷം കഴിയുമ്പോൾ, 40 വർഷം കഴിയുമ്പോൾ, അതാണ് അദ്ദേഹത്തിന്റെ വീവ്. അവിടെ നിന്ന് മാറി 10-75 വയസ്സായ മണിരത്നം ഇപ്പോഴും ഏതോ കാലത്ത് ചില മലയാള സിനിമകൾ കണ്ടതുപോലെ, ഇന്നത്തെ ചില തെലുങ്ക് സിനിമകൾ കാണുന്ന പോലെ, ചില കന്നഡ സിനിമകൾ കാണുന്നത് പോലെ, ചില ഹിന്ദി സിനിമകൾ കാണുന്ന പോലെ, 80-90 കാലഘട്ടത്തിലെ മലയാള സിനിമകളിൽ പടച്ചുവിട്ട ചില വിഷ്വല് കാണുന്നത് പോലെ, കഥകൾ കാണുന്ന പോലെ ഈ ഒരു ചിത്രം എങ്ങനെ മേക്ക് ചെയ്തു, അത് കമലഹാസന്റെ ഡേറ്റിൽ, അതെനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. അത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എവിടെയോ ഒരു കടുത്ത പാളിച്ച വന്നിട്ടുണ്ട്. എന്നാൽ പടം മോശവുമല്ല, വിഷ്വലൈസിങ് ബെറ്ററാണ്, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ ആ പടത്തെ കൊന്നത് എവിടെയാണ്? കഥ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൊച്ചിലെ 80-90 കാലഘട്ടത്തിൽ ഞാൻ കണ്ട മലയാള സിനിമകളുടെ കഥ, അത് അന്നത് ഹിറ്റായിരിക്കാം. അതിൽ നിന്ന് മാറി മണിരത്നം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മണിരത്നം ഇതുവരെ ഉപയോഗിച്ച കഥകളൊക്കെ ആരുടേതാണ്? മണിരത്നത്തിന്റെ തന്നെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ മാറി ചിന്തിക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. വേറെ ആരുടെയെങ്കിലും കഥകൾ എടുത്തിട്ട് വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് വേറെ ആരും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണോ മണിരത്നത്തിന്റെ ചിത്രങ്ങൾ? ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ അല്ലെങ്കിൽ മണിരത്നം എന്ന് പറയുന്ന ഒരു ലെജൻഡ് എന്ന് പറയുന്ന ഡയറക്ടർ, സൗത്ത് സോണിലെ
എന്തൊക്കെയോ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ആർക്കു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ. വേണ്ട സാറേ, നിങ്ങളെപ്പോലെയുള്ളവരൊന്നും അങ്ങനെ നിന്നാലൊന്നും ഓടിത്തീരുന്ന ഇൻഡസ്ട്രി ആയി സിനിമ മാറരുത്. സിനിമയെന്നല്ല, ഒന്നും മാറരുത്. ലിജൻസിന് ഇപ്പൊ കമലഹാസൻ ഒരു ലിജൻഡാണ്. ആ ഒരു ലിജൻഡിന് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. താങ്കൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. താങ്കൾക്ക് എന്തിനാണ് 75-80 വയസ്സിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്? മുൻപേ താങ്കൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. താങ്കളുടെ ഫ്രെയിം, താങ്കളുടെ വിഷ്വൽ, താങ്കളുടെ തിങ്സ്, താങ്കളുടെ കഥ, അതിനുവേണ്ടി താങ്കൾ ഓടി. മാർക്കറ്റിന് വേണ്ടി ഓടിയിട്ടില്ല താങ്കൾ. മാർക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്നതാണ്. ഇന്നത് മാറി. മാർക്കറ്റിന് വേണ്ടി മാത്രം സിനിമ ചെയ്യുക. ആ സിനിമ ചെയ്യുന്നവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഡയറക്ടർ എന്നുള്ള പേര് നമ്മൾ അവിടെ ചാർത്തി കൊടുക്കാൻ കരുതി എഗ്രിമെന്റ് എഴുതുക. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്നല്ല പറയണേ. എത്രയോ പുതിയ ഡയറക്ടേഴ്സ് വരുന്നു, പുതിയ ആൾക്കാർ വരുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു, തെറ്റില്ല. അതെല്ലാം അവർക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. പക്ഷെ കമലഹാസൻ എന്ന് പറയുന്ന ലിജൻഡ് പ്രൂഫ് ചെയ്തിട്ടുണ്ട്. മണിരത്നം ഇൻഡസ്ട്രി പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. ചിലംബരശം പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. തൃഷ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. അതിലുള്ള കാണിക്കുന്ന എല്ലാ നടന്മാരും 50 വയസ്സ് കഴിഞ്ഞവരാണ്. അഭിനയം കൊണ്ടും എല്ലാം കൊണ്ടും പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. പ്രൂഫ് ചെയ്തവർക്ക് എന്തിനാണ് അഡ്ജസ്റ്റ്മെന്റ്? പ്രൂഫ് ചെയ്തവർക്ക് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇതിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ വളരെ വൈഡായിട്ട് പ്രൊമോഷൻ കൊടുക്കുകയും പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം അത് പ്രേക്ഷകരെ പ്രതീക്ഷിച്ച രീതിയിൽ എത്താതിരിക്കുകയും ചെയ്തതിന്റെ പരാജയമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത്. ഞാൻ കമലഹാസന്റെ ഒരു ഫാൻ എന്നല്ല ഞാൻ പറയണത്. കമലഹാസന്റെ ഫാനേ അല്ല എനിക്ക്. ഞാൻ കമലഹാസൻ ഒരു ലിജൻഡാണ്. ആ ലിജൻഡ് മണിരത്നം ഓരോ വിധത്തിലും വ്യത്യസ്തമായി യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ് വർക്ക് കൊണ്ടും പുതിയ തിങ്സ് കൊണ്ടും പുതിയ കാര്യങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടും, പ്രത്യേകിച്ച് കമലഹാസൻ ആര് പറഞ്ഞാലും പുള്ളി കേൾക്കില്ല. പുള്ളി പുതിയത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും, പുതിയത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും അദ്ദേഹത്തെ ആ സമയത്ത് ചീത്ത വിളിക്കും. 5 വർഷമോ 10 വർഷമോ പറയുമ്പോൾ നമ്മളെ കമലഹാസൻ അംഗീകരിക്കും. ഇന്ന് കമലഹാസന്റെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അതുകൊണ്ടാണ്. കമലഹാസൻ ഔട്ടായി പോയൊരു നടനാണെന്ന് ഓർമ്മിക്കണം. നടൻ എന്നുള്ള വിലയിൽ കമലഹാസനെ പൂർണ്ണമായിട്ടും പ്രേക്ഷകർ എടുത്ത് കളഞ്ഞു. പക്ഷെ പിന്നീട് പ്രേക്ഷകർക്ക് മനസ്സിലായി ഹീസ് ദ ലെജൻഡ്. ഇന്ന് സിനിമ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഇത്രയും വളർന്ന് ആ ഇന്ത്യൻ ഇൻഡസ്ട്രി ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകം മൊത്തം മുന്നേറിയിട്ടുണ്ടെങ്കിൽ, കമലഹാസൻ എന്ന് പറയുന്ന ലെജൻഡിന്റെ കയ്യിൽ സിനിമ എത്തിയതുകൊണ്ടും പാഷനായി മാറിയതുകൊണ്ടും അദ്ദേഹത്തിന്റെ പുതിയ പുതിയ ആശയങ്ങളും അദ്ദേഹം അതെല്ലാം പ്രാക്ടിക്കലാക്കിയതുകൊണ്ട് മാത്രമാണ്. അതിൽ നിന്ന് തൊട്ട് മുളച്ചതും അതിൽ നിന്ന് പൊടി വച്ചെടുത്തതും അതിൽ നിന്ന് പൂ പറിച്ചെടുത്തതും ആ പൂവിൽ നിന്ന് സുഗന്ധങ്ങൾ ഉണ്ടാക്കിയ ചിത്രങ്ങൾ മാത്രമാണ് ഇന്നും ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, എനിവേ വേൾഡ് വൈഡ് കളിക്കുന്ന എല്ലാ ചിത്രങ്ങളും, ഞാൻ ഓരോ ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ച് പറയുന്നില്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്ന് ഹൈടെക് അനുസരിച്ച് ഹോളിവുഡിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് വലിയ ബഡ്ജറ്റിലൊക്കെ ചിത്രങ്ങൾ ഒരുക്കാൻ പ്രേരിപ്പിച്ചത് കമൽഹാസൻ എന്ന് പറയുന്ന ലെജൻഡിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വേർതിരിച്ച ചിന്താഗതി തന്നെയാണ്, അദ്ദേഹത്തിന്റെ വേർതിരിച്ച ജീവിതശൈലി തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലോട്ട് നിങ്ങൾ ആരും കടന്നു പോകണ്ട, എനിക്കും അത് താല്പര്യമില്ല. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള പല കാര്യങ്ങളും, പിന്നെ പേഴ്സണൽ ലൈഫ് അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. അതിനകത്ത് മറ്റേത് എനിക്കെന്ത് കാര്യം, നിങ്ങൾക്കെന്ത് കാര്യം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കെന്ത് കിട്ടി കമൽഹാസനിൽ നിന്ന്, ഞാൻ അതേ നോക്കുന്നുള്ളൂ. എനിക്ക് ഏറ്റവും പോസിറ്റീവ്, ഞാൻ അതാണ് പറയണേ, എനിക്ക് ഏറ്റവും പോസിറ്റീവ് കാര്യങ്ങൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ പാഷനായിട്ട് കാണുന്ന, അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തെ പാഷനായിട്ട് കാണുന്ന പല മേഖലയും, എല്ലാം ഓരോ മേഖലയെക്കുറിച്ച് സംസാരിക്കാൻ പോലെ ഇപ്പൊ സിനിമയെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച് പാഷനായിട്ട് കാണാൻ എന്നെ പോലെയുള്ളവർക്ക് അദ്ദേഹത്തിൽ നിന്ന് എല്ലാം കിട്ടിയുള്ളൂ. അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിന് എന്ത് കാര്യം? അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അങ്ങ് നടക്കും. ആരുടെ പേഴ്സണൽ ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബെറ്റർ ഉള്ളത്? നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആഗ്രഹത്തിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. കമലഹാസൻ എന്ന് പറയുന്ന ലിജൻഡ്,
അദ്ദേഹം ഇന്ത്യൻ ഇൻഡസ്ട്രിയെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വരുമാനത്തിന്റെ ലെവലിൽ കൊണ്ടെത്തിച്ച് ആ വരുമാനത്തിൽ നിന്ന് ടാക്സ് സർക്കാർ പിടിച്ചെടുക്കണം. നല്ല അന്തസ്സായിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വേൾഡ് തലയുയർത്തി നിൽക്കണം പലരുടെ പേരിലും. പക്ഷെ അങ്ങനെ ആര് തലയുയർത്തി നിന്നാലും അതിന്റെ അടിസ്ഥാനം ഇട്ടിരുന്ന കമലഹാസൻ എന്ന് പറയുന്ന നടനാണ്, ലിജൻഡാണ്. അത് എന്തുകൊണ്ട് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എതിർത്തപ്പോൾ, നിങ്ങൾ ഈ ഓരോ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ, ഓരോ തിയേറ്റർ മാറ്റം കൊണ്ടുവന്നപ്പോൾ, ഓരോ വിഷ്വൽ കൊണ്ടുവന്നപ്പോൾ, ഓരോ 4K ഡിജിറ്റൽ അല്ലെങ്കിൽ 8K ഡിജിറ്റൽ അല്ലെങ്കിൽ 12 അടുത്ത് 16 20 അഗൈൻ ഡോൾബി അറ്റ്മോസ്ഫിയർ, അൾട്രാ അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ശക്തമായിട്ട് എതിർത്തിയാണ്. മേക്കപ്പില്, ഹൈടെക്കില്. പക്ഷെ അദ്ദേഹം അന്നും ഫൈറ്റ് ചെയ്തതെല്ലാം നാളെയുടെ കരുതലാണെന്ന് പറഞ്ഞു. ആ നാളെയുടെ കരുതലാണ് ഇന്നത്തെ സിനിമാ ലോകം അനുഭവിക്കുന്ന സുഖം. ഈസി സിനിമ ചെയ്യുന്നു, ലൈറ്റായിട്ട് ചെയ്യുന്നു, വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു, വേൾഡ് വൈഡ് പൈസ ഉണ്ടാക്കുന്നു, ഇന്ത്യയിൽക്കാലം കൂടുതൽ കാശ് വേൾഡ് വൈഡ് കളക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ ലിജൻഡ് മാൻ. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഇതുപോലെ കാണേണ്ടി വരുന്ന ഒരു സ്റ്റേജിൽ എന്നെ പോലുള്ള ഒരു പ്രേക്ഷകനെ ഫീൽ ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് പറയണത്, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്നു, മണിരത്നമേ, താങ്കൾ പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ താങ്കൾ നന്നായിട്ട് വായിക്കൂ, നന്നായിട്ട് ലോകത്തെ കാണും, അല്ലെങ്കിൽ താങ്കൾക്ക് പ്രായാധിക്യം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കയ്യിൽ 10-20 അസിസ്റ്റന്റിനെ വയ്ക്കൂ, വച്ചതിന് ശേഷം അതിനനുസരിച്ച് ചിത്രങ്ങൾ ചെയ്യൂ. അല്ലെങ്കിൽ കമലഹാസനെ പോലെ ഒരു ലിജൻഡിനെ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ച് നമ്മളെ പ്രേക്ഷകരെ മുമ്പിടരുത്. വിട്ടോളൂ. പ്രമോഷൻ കൊടുക്കരുത്, PR വർക്ക് കൊടുക്കരുത്. PR വർക്ക് കൊടുക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ കൂടും, എന്നെ പോലുള്ളവർക്ക് കൂടൂല. PR വർക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് തള്ളുണ്ട്, ബിസിനസ്സുകാരുടെ തിങ്കുണ്ട്, ബിസിനസ്സുകാരുടെ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അനുസരിച്ച് എല്ലാം പോകണം. അതിനൊരു ടീമുണ്ട്. ആ ടീമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണത്. ആ കോർഡിനേറ്റിനനുസരിച്ച് വൈഡ് പരസ്യം കൊടുക്കും. അത് പ്രേക്ഷകരുടെ ഇടയിലോട്ട് ഒരു തള്ളിക്കയറ്റ് കൊടുക്കും. ആ തള്ളിക്കയറുന്ന പ്രതീക്ഷയും കൊണ്ട് നേരെ പ്രേക്ഷകർ തിയേറ്ററിൽ വരും. ആ തിയേറ്ററിൽ വരുന്ന എഫക്റ്റ് അനുസരിച്ച് സിനിമ കിട്ടില്ലെങ്കിൽ ഇത്തരം കുഴപ്പമില്ലാത്ത ചിത്രത്തെ പോലും പ്രേക്ഷകർ തള്ളിപ്പറയും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, പ്രേക്ഷകരാണ് ഗോഡ്. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് ഞാൻ കമലഹാസനെ ഓർമ്മിപ്പിക്കണം, മണിരത്നത്തിനെ ഓർമ്മിക്കണം. സിനിമ ഉണ്ടാക്കണ അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതും എന്തുണ്ടാക്കണ എല്ലാവരെ കുറിച്ച് ഓർമ്മിക്കണം. എന്തിലായാലും ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഫൈനൽ തിങ്, ഫൈനൽ പർച്ചേസ്, എന്തിലും ഇറ്റ്സ് ഗോഡ്. യഥാർത്ഥ ഗോഡ് പ്രേക്ഷകരാണ്. യഥാർത്ഥ ഗോഡ് ബയ്യറാണ്, വാങ്ങുന്നവനാണ്. അവൻ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതാണ് സെല്ലിംഗ് കപ്പാസിറ്റി. അതുകൊണ്ട് ഒരുപാട് മാർക്കറ്റിങ്ങിൽ ഇങ്ങോട്ട് ഉണ്ടാക്കി പ്രേക്ഷകരെ തള്ളരുത്, പ്രേക്ഷകരെ വിഡ്ഢിയായിട്ട് കാണരുത്. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ പരാജയപ്പെട്ടത്. എന്തുകൊണ്ട് പരാജയപ്പെട്ടത്? അമിത പ്രതീക്ഷ കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോഴത്തേക്കും അവരുദ്ദേശിച്ച ഒരു എഫോർട്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്കും പ്രേക്ഷകർ ചീത്ത പറയും. അല്ലെങ്കിൽ ഈ പടം നോർമൽ ലെവലിൽ നോക്കിയാൽ ഒരു 1980-90 കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഒരു ശരാശരി സിനിമയുടെ നിലവാരം ഈ സിനിമയ്ക്കുണ്ട്. ആവറേജ് ലെവലിൽ നോക്കിയാൽ ഈ പടം ഇറക്കിയ കാശ് തിരിച്ചു പിടിക്കണം. പ്രത്യേകിച്ച് കമലഹാസന്റെ ബാനറിൽ ഇറങ്ങിയതുകൊണ്ടാണ് പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്. ഇറങ്ങണം. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ നോക്കിയാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചവിട്ടിക്കൂടി തൂക്കി ദൂരെ എറിയൂ. ഞാൻ മണിരത്നത്തിനെതിരെയും സംസാരിക്കും, ഞാൻ കമലഹാസനെതിരെയും സംസാരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലഹാസൻ ലിജൻഡാണ്. ലിജൻഡിനെതിരെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. മണിരത്നം പ്രൂഫ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിനെതിരെ ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഒന്നും നമുക്ക് എനിക്കേ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെയാണ് സാധാ പ്രേക്ഷകര് കമലഹാസൻ എന്ന് പറയുന്ന ലിജൻഡ്, മണിരത്നം എന്ന് പറയുന്ന ബെസ്റ്റ് ഡയറക്ടർ, അദ്ദേഹത്തിൽ നിന്നൊന്നും എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. സാധാരണ പ്രേക്ഷകർ നിങ്ങൾ തള്ളി മറിച്ച 10,000 പ്രതീക്ഷിക്കും. 10,000 പ്രതീക്ഷ നിങ്ങൾ 20,000 കൊടുക്കണം. അല്ലെങ്കിൽ അവർ നിങ്ങളെ നല്ല രീതിയിൽ അങ്ങ് അലക്കും. ഒരു റിട്ടേൺ കളക്ഷൻ പിടിക്കാൻ സാധ്യതയുള്ള സിനിമ പോലും തിയേറ്ററിൽ തകർന്ന് തരിപ്പണമാവും.
സാറ്റലൈറ്റും മറ്റു കാര്യങ്ങളും പല ബിസിനസ്സുമായിട്ട് നിങ്ങൾ മുതൽ മുടക്ക് പിടിക്കുമായിരിക്കും, ബിസിനസ്സുകാരന് ബിസിനസിന്റെ പൈസയും കിട്ടും. അതിനൊക്കെ തലവെച്ച് കൊടുക്കാൻ നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലിജൻഡുകളുടെ ഇടയിൽ നിന്നൊന്നും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ലാതെ ഒരു സിനിമയാണ് മേക്ക് ചെയ്ത് പറഞ്ഞെങ്കിൽ അംഗീകരിക്കും, എങ്കിൽ തള്ളാതെ വരണം. നിങ്ങൾ ഇങ്ങനെ തള്ളി പ്രേക്ഷകരങ്ങ് ഉത്തുംഗ സ്വർഗത്തിൽപ്പെടുത്തരുത്. അവരില്ല, അവരൊരു സിനിമ കമലഹാസന്റെ പടം ഇറങ്ങി പോയി കണ്ടു, മണിരത്നം ഒരു സിനിമ ചെയ്ത് പോയി, തള്ളി ഇതെന്തോ ആണെന്ന് പറഞ്ഞ് അങ്ങ് മുകളിൽ വെക്കരുത്. മുകളിൽ വെക്കുമ്പോഴത്തേക്കും 80-90 കാലഘട്ടത്തിൽ മരിച്ചുപോയ ഒരു ഇമാജിനേഷൻ സ്റ്റോറി ആയിട്ട് വരരുത്. അത് അന്നത് ഓക്കെ, അന്ന് ബന്ധങ്ങൾക്ക് വല്ലാത്ത വിലയുണ്ടായിരുന്നു, അതിന്റെ ഡീപ്പ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല. ഇന്ന് ബന്ധങ്ങൾക്ക് അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ല. ഇന്ന് യാഥാർത്ഥ്യ ലോകത്തോട്ട് പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് വിശ്വാസമാണ് വരുന്നത്. ആ വിശ്വാസം തുടർന്ന് വെറും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിങ്ങനെ താന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകരെ, പുതിയ ജനറേഷനെ ഇന്ന് അങ്ങനെ കാണണ്ട. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീണ്ടും 10 ഇരട്ടിയായിട്ട് തിങ്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നതൊക്കെ പരാജയത്തിന്റെ ഒരു ചവർപ്പായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ലിജൻഡ് ആയതുകൊണ്ടാണ് പ്രശ്നം. എന്നെപ്പോലെ ഒരാളാണെങ്കിൽ പ്രേക്ഷകനൊന്നും പറയാനില്ല, അല്ലെങ്കിൽ സാധാ ഒരു ഡയറക്ടറെ കുറിച്ചൊന്നും പറയില്ല, സാധാ ഒരു നടനെ കുറിച്ച് പറയില്ല. കമലഹാസൻ എന്ന് പറയുന്ന നടനിലെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് പുഴയല്ല, കടലല്ല. പലരും പറഞ്ഞ കടലാണെന്ന് അല്ല, യൂണിവേഴ്സൽ തിങ്സ് ആണ്, യൂണിവേഴ്സൽ തിങ്സ്. മണിരത്നം പോലുള്ള ഒരു ഡയറക്ടർ എന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഉണ്ടാക്കി വെച്ച പടച്ചുവിട്ട ചിത്രങ്ങളുടെ പ്രയോറിറ്റി അല്ല, മാറി. മണിരത്ന ആഫ്റ്റർ 75 years ഓൾഡ് മാൻ, അദ്ദേഹത്തിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് യൂണിവേഴ്സിൽ നിന്ന് അടുത്ത് എന്തെങ്കിലും ഈ ലോകത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നായിരിക്കും ഞങ്ങളെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തള്ളണോണ്ടാണ്. തള്ളല്ലേ, തള്ളുമ്പോൾ പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷയോടെ പോയി പ്രേക്ഷകര് പരാജയപ്പെട്ടിട്ട് ഈ പടത്തിന്റെ ചീത്ത പറഞ്ഞതിന് ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമയിൽ. എന്നാൽ ഈ സിനിമ ഒരു ബോറും വിടവല്ല. ഇന്റർവെൽ ബെസ്റ്റ് വിഷ്വൽ, കഥയെല്ലാം ബോർ, വിഷ്വൽ ഈസ് ബെസ്റ്റ്, നല്ല വിഷ്വൽ. ഇന്റർവെല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പേര് എടുത്തു വെച്ചിട്ട് എപ്പോഴും എൻ്റെ മുഖം കാണണം, കമലഹാസന്റെ മുഖം, ചിലംബരശന്റെ മുഖം, നായികയുടെ മുഖം, പിന്നെ ആരോ 1-2 പേരുടെ ഇടയ്ക്ക് വന്ന ഉടകം. എന്ത് പരിപാടിയാണ്? ആ കാലമൊക്കെ പോയി ബായി, ആ കാലമൊക്കെ ചത്തുപോയി. എൻ്റെ മുഖം അങ്ങനെയൊന്നും ഇപ്പൊ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കൂല. ഫ്രെയിമിൽ എനിക്ക് 150 സീന് ഷോട്ടിൽ ഞാൻ വന്നാൽ മാത്രമേ ഞാൻ നായകനായിട്ട് അഭിനയിക്കൂ എന്ന് പറഞ്ഞ കാലമൊക്കെ പോയി. കഥയ്ക്ക് അഡാപ്റ്റായി. കുറെ നായകന്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കാലമൊക്കെ അത് അന്ന് കൈയടിക്കുന്നത്. അത് കമലഹാസനായാലും രജനീകാന്ത് ആയാലും അമിതാഭ് ബച്ചൻ ആയാലും അർണോൾഡ് ഷ്വാർസ്നെഗർ ആയാലും യാവനായാലും ഇനിയിപ്പോ ലോകത്ത് നടന്നാലും കണ്ടിന്യൂസ്. ആ കാലം പോയി. മിഷൻ ഇമ്പോസിബിൾ സിനിമ ഇപ്പൊ പരാജയപ്പെട്ടിട്ടുണ്ട് വേൾഡ് വൈഡ്, പ്രതീക്ഷ എങ്ങും എത്തിയിട്ടില്ല. ആ കാലം പോയി. ഇപ്പോ നിങ്ങൾ എന്താണോ കഥയ്ക്ക് അഡാപ്റ്റ് ആവണത് അതനുസരിച്ച് നായകന്റെ തലയും കണ്ടിന്യൂസ് ആയിട്ട് നായികയുടെ തലയും വില്ലന്റെ തലയും മാത്രം ഫ്രെയിമിൽ ഇങ്ങനെ വെച്ച് കാണിച്ചാണ്ടല്ല, അതായത് ഇതുപോലെ കാണിച്ചാണ്ടല്ല പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യൂല. അല്ലെങ്കിൽ അത്രയും കഥ ഡീപ്പായിട്ട് ഇറങ്ങണം. ആ കാലമൊക്കെ പോയി എൻ്റെ മണിരത്ന സാറേ. അതുകൊണ്ടാണ് ഈ പടം പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ ഈ പടം നല്ല ഡയറക്ടറെ കയ്യിൽ കിട്ടി നല്ല സ്ക്രിപ്റ്റ് ചെയ്ത് വന്നിരുന്നുവെങ്കിൽ, ഈ സിനിമയ്ക്ക് വ്യത്യസ്ത കഥയുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് വിജയിച്ചത്. കാരണം ഈ പടം കമലഹാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്ത് താങ്കളെ മണിരത്നത്തിനെ വിശ്വസിച്ച് ചെയ്യേണ്ടത്. ഇനി ചിലംബരശൻ, നമ്മൾ ചിമ്പു, എന്നെ പെർഫോമൻസാ പയ്യൻ. അയാൾ ഹാർഡ് വർക്ക് ചെയ്ത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പഴുത്ത ശരീരമായിരുന്ന മനുഷ്യനായിരുന്നു. എനിക്ക് ചിലംബരശനെ ഇഷ്ടമല്ലായിരുന്നു കുറെ കാലത്തിന് മുമ്പ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ബോഡി മെയിൻറ്റെയിൻ ചെയ്തു, ആക്ഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. സിനിമയിൽ കമലഹാസന് ഇവനും മറ്റു പല രീതിയിലും ആയിട്ടും എല്ലാ സീനിലും ഇദ്ദേഹം പോയിട്ടും ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പടം ചെയ്തു. എന്നിട്ട് ഈ സിനിമ പരാജയപ്പെട്ട എങ്ങനെയാണ്? മണിരത്നത്തിന്റെ തെറ്റായ കഥാവീക്ഷണം, തെറ്റായ രീതിയിലുള്ള എന്ത് പറയുന്നത് തിരക്കഥ. ഈ ആധുനിക യുഗത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ആര് കാണുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ കാലം പോയെന്നാണ് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത്. പക്ഷെ ബ്രില്യൻ പെർഫോമൻസ്. തൃഷ എന്താ നന്നായി അഭിനയിച്ചു. ആ കുട്ടിക്ക് ഒരു സ്പേസേ സിനിമയെ കൊടുത്തിട്ടില്ല. തൃഷ ഈ സിനിമയിൽ
ഇത്രയും ഡീപ്പായിട്ട്, ഇത്രയും ലവ് ആയിട്ട്, ഇത്രയും സ്റ്റൈലായിട്ട്, ഇത്രയും ഡേറ്റി വേഷം എന്നാണ് നമ്മളെ സമൂഹം മുദ്ര കുത്തുമ്പോൾ ഞാൻ ഏറ്റവും ടോപ്പ് വേഷം എന്ന് മുദ്ര ഇഷ്ടപ്പെടുന്ന ഈ സിനിമയിൽ തൃശ അഭിനയിച്ചിട്ടെങ്കിൽ അത് നിങ്ങളെ മണിരത്നത്തിനെ വിശ്വസിച്ചിട്ടാണ്. പിന്നെ അതിൽ വന്നിരിക്കുന്ന കമലഹാസനെയും ചിലംബരശനെയും മറ്റു ആർട്ടിസ്റ്റുകളെയും വിശ്വസിച്ചിട്ടാണ് തൃശ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ തൃശ ഇനി ഡേറ്റ് കൊടുക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പൊ അങ്ങനെ അതുപോലെ മറ്റു പലരും അത്തരം ഡേറ്റുകളെല്ലാം വാങ്ങി വെച്ച് ഇത്ര സ്റ്റൈലായിട്ട് ആർട്ടിസ്റ്റുകളെ വച്ചിട്ട് ഇതുപോലെയുള്ള സാധനമൊക്കെ തള്ളിവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി. ഞാൻ പറയണു, ഇതൊരു ബോറർ സിനിമയല്ല. പ്രേക്ഷകരെ ഞാനും പറയുന്നു, ഇതൊരു ബോറർ സിനിമയല്ല. ഇന്റർവ്യൂവിൽ നന്നായിട്ട് പോകുന്നുണ്ട്, വിഷ്വലൈസ്. പക്ഷെ ഇവർ കൊടുത്ത എഫോർട്ട്, ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാം മേജർ ആർട്ടിസ്റ്റുകൾ എല്ലാം, പിന്നെ എത്ര മേജർ ആർട്ടിസ്റ്റ് ആയാലും എൻ്റെ തൊപ്പി, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ലിപ്സ്, എൻ്റെ ബോഡി കണ്ടോണ്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പ്രേക്ഷകർ പ്രതികരിക്കും. അങ്ങനെയൊന്നും പോണ്ട. സിനിമ മാറി എന്ന് ഞാൻ മണിരത്നത്തിനെ ഓർമ്മിപ്പിക്കണം എന്നുള്ളേ ഉള്ളൂ. പക്ഷേ അതർവൈസ് ഞാൻ പ്രതീക്ഷിച്ച പ്രേക്ഷകർ ചീത്ത പറഞ്ഞ് അങ്ങറ്റമേ പടമാണ്. ഞാൻ ഈ സിനിമ കാണാൻ പോയതുമല്ല. ഇന്നത്തെ എൻ്റെ ഒരു സാഹചര്യം, അത് ഞാൻ ഇവിടെ പ്രേക്ഷകർ എടുത്ത് പറയണില്ല. ആ സാഹചര്യമൊക്കെ ഞാൻ എക്കാലം എന്തെങ്കിലും പറയാം. സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ വേറെ ആ സമയത്ത് ഒരു സിനിമ ഇല്ലാത്തതുകൊണ്ടാണ് തക് ലൈഫിന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നത്. കണ്ടത് ട്രിവാൻഡ്രത്തെ കൈരളി തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ 125 രൂപ ടിക്കറ്റ് ഉള്ളൂ. പക്ഷെ 125 രൂപയ്ക്ക് നല്ല സ്റ്റൈലൻ തിയേറ്റർ ഗവൺമെന്റ് നടത്തുന്നതാണ്. ഒരു എന്തെങ്കിലും സബ്സിഡി ഒക്കെ ഉണ്ടാവും. പക്ഷെ ഓക്കെ, അങ്ങനെ കണ്ടാണ് ആ തിയേറ്ററിൽ നിന്ന് ആ സിനിമ കണ്ടുകൊണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് തക് ലൈഫ് അത്തിരിയെങ്കിലും ബോറടിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും പ്രേക്ഷകർക്ക് ഞാൻ പറയണത് 4K റെസൊല്യൂഷനുള്ള 4K അറ്റ്മോസ്ഫിയർ ഉള്ള തിയേറ്ററിൽ നിന്ന് മാത്രമേ സിനിമ കാണാവൂ. ഐമാക്സിൽ നിന്ന് കാണുമെന്ന് പറയില്ല. അത് 1000-1500 കൊടുക്കണം. ഇതൊരു 125 രൂപയ്ക്ക് ഞാൻ ഈ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. അതുകൊണ്ടുകൂടെ ഈ പടം ബോറായിരിക്കും. പക്ഷെ നിങ്ങൾ മറ്റൊരു സാധാ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ ഈ പടം പക്കാ ബോറായിരിക്കും. മറ്റത് അങ്ങനെയല്ല. A.R. റഹ്മാന്റെ സംഗീതം. ഇനി അയ്യോ നമ്മൾ A.R. റഹ്മാൻ കാലമൊക്കെ മാറി, അറിഞ്ഞില്ലേ? സംഗീതം മോശമൊന്നല്ല. A.R. റഹ്മാന്റെ അണ്ണന്റെ നിന്ന് ഇത്തരം ഉടായ്പ സംഗീതമൊന്നും പറ്റൂല. എന്താണ് നടക്കണമെന്ന് അറിഞ്ഞുകൂടാ. താങ്കൾ ഹാർട്ട് അറ്റാക്ക് അകത്ത് കിടക്കുകയാണോ, വേറെ ആരെങ്കിലും സംഗീതം ചെയ്ത് വിടണയാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഉടായ്പ നിർത്തണമെന്നാണ് പറയണത്. എന്തിന്? കാശുണ്ടാക്കി തീർന്നില്ലേ? ഒരുപാട് ഉണ്ടാക്കിയില്ലേ? ഇനി ആർക്ക് വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണേ? പിന്നെ നമ്മളെ പറ്റിക്കണതാ? താങ്കൾ ഹാർട്ട് അറ്റാക്ക് ഇട്ട് സർജറി കഴിഞ്ഞ് കിടക്കുകയല്ലേ? എന്നിട്ട് ഈ പടത്തിന് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളാണോ ഇതിന് സംഗീതം ചെയ്തത്? സംഗീതം മോശമൊന്നുമല്ല. ഒരു എന്ത് പറയണത്, ഒരു സാധാ ഒരു മ്യൂസിക് ഡയറക്ടറെ വിളിച്ച് ചെയ്താലുണ്ടാവുന്ന സംഗീതമൊക്കെ ആ പടത്തിലുണ്ട്. മോശമില്ല. ഒരു ഡിജിറ്റൽ 4K റെസൊല്യൂഷന് 4K വൈഡില് 7.1 അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഡിജിറ്റൽ സൗണ്ടിൽ നിന്നൊക്കെ നമുക്കത് എഫോർട്ട് തന്നെയാണ്. താങ്കളെ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല എൻ്റെ ബായി. നിങ്ങളെന്നൊക്കെ അൺബിലീവബിൾ. നിങ്ങളൊക്കെ ലിജൻഡ് എന്ന് പ്രൂഫ് ചെയ്തവരല്ലേ? ഒന്നേ ചെയ്യാതിരിക്കൂ. അല്ലെങ്കിൽ ലിജൻഡായിട്ട് പ്രൂഫ് ചെയ്തവരെല്ലാം വലിയ രീതിയിൽ ചെയ്യൂ. മറ്റുള്ളവരെ വെച്ച് പണിയെടുത്തിട്ട് സ്വന്തം പേര് ബാനറിൽ വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം വലിയ അനുഭവമായിരിക്കും. കമലഹാസന്റെ ഡാറ്റ് യൂസ് ചെയ്യാൻ പറ്റൂല, ചിമ്പുവിന്റെ ഡാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, തൃശ്ശേരുടെ ഡാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മ്യൂസിസി എന്ന് പറയും. അവര് കലാകാരന്മാർ മാത്രമാണ്. അത്തരം എന്തെങ്കിലും ആണെങ്കിലും ഞാൻ പറയണം. അങ്ങനെ ചെയ്തെന്ന് ഞാൻ പറയണില്ല. ചെയ്തിട്ടുണ്ടാവൂല, ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങളെ പോലുള്ളവരൊന്നും അത് ആഗ്രഹിക്കണില്ല. അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിർത്തിക്കളയും കേട്ടോ. കാരണം സംഗീതം കുഴപ്പമില്ല. ഈ 4K നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ സാധാരണ ഒരു കുട്ടിയെയും നമ്മൾ സാധാരണ ആൾക്കാരെയൊക്കെ കേൾപ്പിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒരു രക്ഷയില്ല, സീരിയൽ നിലവാരം പോലും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ തിയേറ്ററിൽ കേട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ തോന്നി. പക്ഷെ അത് A.R. റഹ്മാന്റെ പേര് വന്ന് അപ്പൊ അത് തമാശയായിട്ട് മാറി. ഇതൊക്കെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് പറയുന്നത്. തക് ലൈഫ് സിനിമ പ്രേക്ഷകരെ ബോറല്ല. നിങ്ങൾക്ക് ഒരു ടൈം പാസിന് ഒരു 3 മണിക്കൂർ വെറുതെ ഒരു പണിയില്ലെങ്കിൽ പോയിരുന്ന് കാണാം. കമലഹാസന് ഇഷ്ടമാണെങ്കിൽ കാണാം, ചിമ്പുവിന് ഇഷ്ടമാണെങ്കിൽ കാണാം, തൃഷ്ണ ഇഷ്ടമാണെങ്കിൽ കാണാം, മണിരത്നത്തിന് ഇഷ്ടമാണെങ്കിൽ സിനിമ കാണാൻ പോകണ്ട. പക്ക ഫ്ലോപ്പ്. നടിമാരെയൊക്കെ ഇഷ്ടമാണെങ്കിൽ സിനിമ കാണാം. പിന്നെ വിഷ്വല്, ആ പടത്തിന് ക്യാമറ ചെയ്തിരിക്കുന്നു, വിഷ്വല് ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നു, ഗ്രാഫിക്സ് എക്സലൻറ്റ്. ആ പടത്തിലെ ഗ്രാഫിക്സ് എക്സലൻറ്റ്, നന്നായിട്ടുണ്ട്.
നല്ല സ്റ്റൈൽ. സാറിന് മഞ്ഞുമലയിൽ കൂടെയൊക്കെ ചവിട്ടി താങ്ങി പറങ്ങിയൊക്കെ പോണത് കാണിക്കണം, ഗ്രീൻ മാറ്റ് ഇട്ട് ചെയ്യണതാണ്. അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ബാക്കി ഗ്രീൻ മാറ്റ് ഇട്ട് ഷൂട്ട് ചെയ്തിട്ട് ഹൈ ഡിജിറ്റൽ ക്യാമറ 100 കണക്കിന് ക്യാമറ വെച്ചിട്ടൊക്കെ എടുക്കണതാണ്. ആ സാധനം നമുക്ക് ഗ്രാഫിക്സ് ചെയ്ത് വരുമ്പോൾ ബോർ തോന്നും. പക്ഷേ ഇതിൽ എക്സലൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സിനിമ പോലെയുണ്ട്. ആ കാര്യത്തിൽ ഗ്രാഫിക്സ് ചെയ്തവന് 100-ൽ 100 മാർക്ക് അങ്ങ് കൊടുക്കും. ആരെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ റിസർച്ച് ഒന്നും ചെയ്തിട്ടല്ലേ ഇപ്പോൾ പറയണം. സാറിന് ഞാൻ റിസർച്ചൊക്കെ ചെയ്ത് എല്ലാം നോക്കി എഴുതിയൊക്കെ വെച്ചിട്ട് പറയും. ഞാൻ ഒന്നും വെച്ചില്ല, ഞാൻ പോയി വന്നു ഇതായിരുന്നു റിവ്യൂ പറയണം. കാരണം ഞാൻ മറ്റു കാര്യത്തിനാണ് പോയി ചെയ്ത്. ഇതിനിടയിൽ ബൈ ചാൻസിൽ കാണണ്ടാന്ന് വെച്ചിട്ട് ഒരു നിവർത്തികേട് കൊണ്ട് തക്ക് ലൈഫ് കണ്ടു. പക്ഷേ വോ ക്യാമറ മോശമൊന്നുമില്ല. ക്യാമറമാന് ഫ്രീഡം കൊടുക്കാത്തത് കൊണ്ട് ഈ സിനിമ കുറച്ച് ടൈറ്റായി. ക്യാമറമാന് ഫ്രീഡം കൊടുത്തിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവലിൽ പോകുമായിരുന്നു. ക്യാമറമാന് ഫ്രീഡം കൊടുത്തിട്ടില്ല. മണിരത്നത്തിൻ്റെ സിനിമയുണ്ട്, മണിരത്നം പറയണതിനപ്പുറം ഒരു ഫ്രെയിം വയ്ക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഈ സിനിമ വേറെ ലെവലിലെത്തുമായിരുന്നു. കഥ ബോറായെങ്കിലും ക്യാമറമാൻ്റെ വിഷ്വലൈസിങ്ങിൽ കൂടെ അവൻ ഓട്ടിച്ച് സിനിമയെ മറ്റൊരു വഴിയിൽ കൊണ്ടെത്തിക്കണം. കാരണം ഇപ്പോഴത്തെ ടെക്നോളജി അങ്ങനെയാണ്. പിള്ളേർക്കൊക്കെ നല്ല ക്യാമറ സെൻസൊക്കെ ഉണ്ട്. അതിന് നമ്മൾ ചുമ്മാ പഴയ ക്യാമറയുടെയും പഴയ ഫ്രെയിം 110 മീറ്റർ 6 മീറ്റർ ലൈറ്റ് ഇത്ര ആ കാലമൊക്കെ പോയി കണ്ടോണ്ടിരിക്കണ പ്രേക്ഷകരായ നമുക്കെന്തറിയാം, നീ എന്ത് ലൈറ്റ് ഉപയോഗിച്ചിരിക്കണം, എന്ത് ഫ്രെയിം എന്നൊക്കെ അത് നിങ്ങൾക്കേ അറിയാവും. പ്രേക്ഷകനെന്നല്ല, കയറി ഇരുന്ന ഓടണം, പോയിട്ടേ ഇരിക്കണം, ത്രില്ലടിച്ചുകൊണ്ടിരിക്കണം. കണ്ണിലോട്ട് നോക്കി ചെവിയിലോട്ട് വരുമ്പോൾ മൈൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയണത്, സീരിയൽ ഫീൽ ചെയ്യരുത്. കാലം മാറി. അല്ലെങ്കിൽ പടം വേറെ ലെവലിൽ എത്തിയറിയാം. കഥ ബോറായാലും എത്രയോ സിനിമ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരെ വേറെ പണിയൊന്നുമില്ലെങ്കിൽ വേറെ തിരക്കൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം. കാരണം പടം കളക്ഷനെ കുറവാണ്, തിയേറ്ററിൽ പോയി കാണണം. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. കാരണം ലിജൻഡായ ആരുമേൽ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ലിജൻഡ് എന്ന് 10, 30, 40, 50 വർഷമായ പ്രൂഫ് ചെയ്തവർ സിനിമയായിട്ട് വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകർ താഴോട്ടിറങ്ങാൻ തയ്യാറല്ല. ഞാനേ തയ്യാറല്ല, പിന്നെയാണോ സാധാ പ്രേക്ഷകര്? ആരും തയ്യാറല്ല. നിങ്ങൾ വരുമ്പോൾ ഒരുങ്ങി വരൂ, ഫൈറ്റ് ചെയ്യാൻ വരൂ. എന്ത് ആരോഗ്യകരമായ ഹെവി ഫൈറ്റിംഗ്. പ്രേക്ഷകൻ ചിന്തിക്കണത് എന്നെ കുറിച്ച് ഇത്രയാണെങ്കിൽ അതിൻ്റെ 1000 മടങ്ങുമായിട്ട് വരും ഗുരു. ഇല്ലെങ്കിൽ പണി നിർത്തൂ, വീട്ടിൽ ഇരിക്കൂ, ശിഷ്ടകാലം എവിടെയെങ്കിലും പോയി എൻജോയ് ചെയ്തു, യാത്രകൾ ചെയ്യൂ, മറ്റു കാര്യങ്ങൾ ജീവിക്കൂ, മരിക്കൂ, പുതിയ തലമുറയ്ക്ക് വിടൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ടൈമിൽ സിനിമ ചെയ്തിട്ട് പുതിയ തലമുറയ്ക്ക് ഒന്നും പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്ത് പിണ്ണാക്ക് പറഞ്ഞത് മെനഞ്ഞാന്ന് വരെയും അല്ലെങ്കിൽ 5 ദിവസം മുമ്പേ അല്ലെങ്കിൽ 5 മാസം മുമ്പേ വരെയും 5 വർഷം മുമ്പേ നിങ്ങളിൽ നിന്ന് പഠിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. എന്നിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പഠിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത തലമുറയ്ക്ക്. ഇപ്പോൾ നിങ്ങൾ ചെയ്യണ എന്താണ്? പുതിയ തലമുറയ്ക്ക് എന്ത് പഠിക്കാതിരിക്കണേ? വേസ്റ്റ് കണ്ടന്റോട്ട് വരരുതെന്നാണ് ഉള്ളത്. സിനിമയെക്കുറിച്ചാണ് നമ്മളത്. പ്രേക്ഷകർ അങ്ങനെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അല്ലാതെ ആര് സിനിമ ചെയ്താലും കാണും. എത്രയും സിനിമ ഞാൻ ഇപ്പോൾ കണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഒന്നും റിവ്യൂ പറയാറില്ല. ഒരു മോശം ചിത്രത്തെക്കുറിച്ച് ഞാൻ റിവ്യൂ പറയാറില്ല. എനിക്ക് പറയാൻ താല്പര്യമില്ല, ഞാൻ പറയുകയില്ല. സിനിമയൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ ഈ അടുത്ത കാലത്തൊക്കെ, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതൊന്നും ഞാൻ പറയില്ല, ഞാൻ പറയാനും പോണില്ല. ചില സിനിമകളെ കുറിച്ച് പറയും. ഒന്ന് വിജയിക്കാൻ സാധ്യതയുള്ള സിനിമയെക്കുറിച്ച് ഞാൻ തുറന്നു പറയും. എന്തെങ്കിലും സാമൂഹികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ചില ചിത്രങ്ങൾ അടച്ചു ഒതുക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കും. ലിജൻഡുമാരുടെ സിനിമകൾ തള്ളിമറിച്ച് വന്നതിന് ശേഷം പ്രേക്ഷകരത് വെറുക്കുകയും പിന്നെ അത് കാണേണ്ട സാഹചര്യം വരികയും പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഫീലുണ്ട്. ആ ഫീലിനെ കുറിച്ച് ഞാൻ സംസാരിക്കും. പടം പൊളിയുന്നു അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ എനിക്കിഷ്ടപ്പെടാത്ത ചിത്രങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല. ഒരു ചിത്രവും ഡീപ്പ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എൻ്റെ ജോലിയല്ല. പക്ഷേ കമലഹാസൻ ചേട്ടൻ്റെയും മണിരത്നം ചേട്ടൻ്റെയും നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേരെയും തൃശ്യ ചേച്ചിയുടെയൊക്കെ സിനിമകൾ, അതായത് എന്ത് പറയണം, തള്ളി മറിച്ച് കൊണ്ട് പുതിയ വേർഷനിൽ വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ ഒരുപാട് കൊടുത്തത് കൊണ്ടാണ് സിനിമ മുന്നേറിയത്. ഇനി അങ്ങനെ അല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്രയും ഒന്നും കൊടുക്കാനില്ലെങ്കിൽ വച്ച് നിർത്തൂ. അല്ലാതെ നിങ്ങൾ വരുന്നെങ്കിൽ വല്ലവനും പൈസ കുറെ ഇറക്കിയതിൻ്റെ പേരിൽ നിങ്ങൾ സിനിമ ചെയ്യാതിരിക്കൂ. യാവനോ പൈസ ഇറക്കണതിൻ്റെ പേരിൽ പലരും ചേർത്ത് വെച്ചിട്ട് പറയുന്ന കഥകൾക്ക് വേണ്ടി നിങ്ങളെ പേര് മാർക്കറ്റ് ചെയ്യാൻ കൊടുക്കരുത്. അങ്ങനെയല്ല, നിങ്ങൾ ടോപ്പ് ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഫ്രെയിം, നിങ്ങളുടെ തിങ്സ്, നിങ്ങളുടെ ഐഡിയയിൽ പടം ചെയ്യാതിരിക്കുകയും ചെയ്യും. ചെയ്യുന്നുവെങ്കിൽ നല്ല അന്തസ്സായിട്ട് വരും. കുറഞ്ഞ ബഡ്ജറ്റിലായാലും കുഴപ്പമില്ല. 5 കോടിക്കും ചെയ്യാം, 2 കോടിക്കും ചെയ്യാം, 100 കോടിക്കും ചെയ്യാം, 1000 കോടിക്കും ചെയ്യാം. 1000 കോടിക്ക് ചെയ്യുമ്പോൾ അപ്രതീക്ഷ വരും.
100 കോടിക്ക് ജയിക്കുമ്പോൾ ഇതുപോലത്തെ പ്രതീക്ഷ വരും. 10 കോടി ചെയ്ത് നോക്ക്, അത് വേറൊരു പ്രതീക്ഷ വരും. നിങ്ങൾ ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരു പടം ചെയ്താൽ പോലും അതിലും പ്രേക്ഷകർക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ലിജൻഡാണ്, നിങ്ങൾ ജെന്റിൽമാൻമാരാണ്, നിങ്ങൾ അൺബിലീവബിൾ കഴിവുള്ളവരാണ്. അവരിൽ നിന്നും പ്രേക്ഷകർ 100 രൂപയ്ക്ക് സിനിമ ചെയ്താലും 50 ലക്ഷത്തിന് ചെയ്താലും 2 കോടിക്ക് ചെയ്താലും 10 കോടിക്ക് ചെയ്താലും 500 കോടിക്ക് ചെയ്താലും 1000 കോടിക്ക് ചെയ്താലും 5000 കോടിക്ക് ചെയ്താലും അവർ കോംപ്രമൈസ് ചെയ്യില്ല. അവിടെ ബഡ്ജറ്റല്ല പ്രശ്നം, നിങ്ങളിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം പ്രിയ ഈ സിനിമ ചെയ്ത തക് ലൈഫ് ചെയ്ത എല്ലാവരുടെ മീൻസ് ഇങ്ങനെയുള്ള ലിജൻഡുമാണെന്ന് ഞാൻ പറയണു. ഇനിയെങ്കിലും പ്രേക്ഷകരെ നിങ്ങൾ ആ നിലയിൽ കാണൂ. പ്രേക്ഷകർ നിങ്ങളിൽ നിന്നും വല്ലാതെ പ്രതീക്ഷിക്കണമെന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുന്നു, പ്രിയ തക് ലൈഫ് ചെയ്ത എല്ലാ ലിജൻഡ്സും പുതിയ സിനിമയായിട്ട് വരുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറം കൊടുക്കൂ എന്ന് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് പറയുന്നു. പിന്നെ പ്രേക്ഷകരുടെ അടുത്ത് പറയണം, ഈ സിനിമ ഒരു മോശം ചിത്രമൊന്നുമല്ല. ഒരു ആവറേജ് ഒരു ശരാശരി സിനിമ കണ്ടുകൊണ്ടിരിക്കുക, 3 മണിക്കൂർ ടൈം പാസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ ധൈര്യമായിട്ട് പോവാം. ഒരു ഇൻ്റർവെൽ വരെ ബോറില്ലാതെ പോകും. ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയുക 2 man 3 man 3-4 man ഷോസ് ഒക്കെ വരും. ആ ഷോസൊക്കെ സിനിമയിലുള്ളതാണ് പഴയ കാലത്ത്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പല സിനിമകളിലും കാണുന്നുണ്ട്. തെലുങ്ക്, കന്നഡ, ഇങ്ങനെയൊക്കെയുള്ള ഹിന്ദി സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്ത് പോകണമുണ്ട്, നമുക്ക് കുഴപ്പമില്ല. ഇത് പ്രെഡിക്റ്റ് ചെയ്യാതെ പോകണല്ലേ, അപ്പോഴാണ് തെറ്റിടുന്നത്. പിന്നെ തള്ളി വരണല്ലേ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ പോയി കാണും. ബോർ പടമൊന്നുമില്ല. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. 0 പ്രതീക്ഷയിൽ സാധാ സിനിമ എൻ്റർടൈൻമെൻറ്റ് കാണുന്ന രീതിയിൽ കണ്ടാൽ ഇത് കുഴപ്പമില്ലാത്ത പടം. മറ്റു രീതിയിൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നൊബക് സോളോയുടെ സിനിമ റിവ്യൂവിലേക്ക് സ്വാഗതം പറയുന്നില്ല, കണ്ടിന്യൂറ്റി പറയുകയാണ്. കാരണം ഞാൻ സിനിമ ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കും മറ്റു സിനിമ കാണുന്നില്ല. ഇത് കാണുന്നുണ്ട്. ചില പടങ്ങളെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യും. എന്തുകൊണ്ട് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ തക് ലൈഫ് ലോസ് സിനിമയല്ലേ ചെയ്തു. പക്ഷെ ലോസ് സിനിമയെക്കുറിച്ച് ചെയ്യണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. കാരണം ഒരു സിനിമയിൽ ഒരു തിയേറ്ററിൽ ഒരു ടിക്കറ്റ് എടുക്കാതെ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഒരു പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കിയവനെ അറിയാവൂ. അല്ലാതെ ഒരു സാധാ നിലയിലിരിക്കുന്നവർക്കൊന്നും അത് മനസ്സിലാവില്ല, അറിയില്ല, പറഞ്ഞ ഒട്ടും അവരംഗീകരിക്കുകയില്ല. അതാണ് 90% അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ് ലോകത്തുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ പലതിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു മോശം ചിത്രത്തെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ട് അവിടെ വരുന്ന ഒരു ടിക്കറ്റ് വിറ്റാൽ 150 രൂപ, അതിൽ 75 രൂപ പോലും പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടൂല. 64 രൂപയെ കിട്ടുള്ളൂ. ഒരു സിനിമ 100-150 ഒരു ടിക്കറ്റ് വിട്ടാൽ 64 രൂപയാണ് എൻ്റെ ഒരു കണക്കനുസരിച്ച് പ്രൊഡ്യൂസറുടെ കയ്യിൽ എത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി എൻ്റെ ഏജൻറ്റ് കമ്മീഷൻ, തിയേറ്റർ കമ്മീഷൻ മറ്റോട്ടൊക്കെ പോകും. പിന്നെ നമ്മൾ നെറ്റിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ്റർനെറ്റ് ചാർജൊക്കെ നമ്മൾ വേറെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിനിമയെ ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യണതിൻ്റെ എല്ലാ കഷ്ടപ്പാടും അറിയാം, എന്തും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നെഗറ്റീവ് പറയില്ല. നെഗറ്റീവ് പറയണ സിനിമ ഞാൻ കാണുന്നുണ്ടെന്നാണ് അർത്ഥം. ഞാൻ നെഗറ്റീവ് പറയാൻ ഞാൻ വരില്ല. പക്ഷെ തക് ലൈഫ് നെഗറ്റീവ് അല്ലെന്ന് ഞാൻ പറയണം. അങ്ങനെ ഒരു ചിത്രമല്ല. പക്ഷെ അതിൻ്റെ ആ സിനിമയുടെ കൊടുത്ത പരസ്യം, മാർക്കറ്റിംഗ് രീതി, മറ്റ് കാര്യങ്ങളെല്ലാം വച്ച് നോക്കുമ്പോൾ പ്രേക്ഷകർ പോണ പ്രതീക്ഷ അതിനകത്തുനിന്ന് കിട്ടില്ല. അതാണ് പടത്തിൻ്റെ പരാജയം. ആ പരാജയം ഈ ലിജൻസിൻ്റെ കയ്യിൽ നിന്ന്, ജെന്റിൽമാൻ, ഗോഡ് ലെവലുള്ള ഇവരെ പോലുള്ളൊരു കയ്യിൽ നിന്ന്. ഗോഡ് ലെവൽ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ കഴിവുള്ളവരെയാണ് ഗോഡ് എന്ന് പറയുന്നത്, അല്ലാതെ നമ്മൾ മതപരമായ കാര്യങ്ങളല്ല. അപ്പോൾ അത്തരം പേരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല, അതുണ്ടാവാൻ പാടില്ല, അതുണ്ടാവരുതിനി. അത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഓർമ്മിക്കുന്നത്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, അടുത്ത സിനിമ റിവ്യൂമായിട്ട് ഞാൻ വരും. തൽക്കാലം സൈനിങ് ഓഫ്, നൊബക് സോളോ.